celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ഫോമയുടെ പല ഭരണസമിതിയിലും പുറത്തും ട്രഷറർക്ക് ഒരു പ്രാധാന്യവും കിട്ടുന്നില്ലെന്ന് മുൻപും പല പരാതികളുണ്ടായിരുന്നു. ഫിലാഡൽഫിയ കൺവെൻഷനിൽ അന്നത്തെ ട്രഷറർ അത് ജനറൽ ബോഡിയിൽ പരസ്യമായി വികാരഭരിതനായി പറയുകയും ചെയ്തതാണ്. എന്തായാലും അടുത്ത കാലത്തായി ട്രഷറർക്ക് പ്രാധാന്യം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പണം വരുന്നതുകൊണ്ടാകാം ഈ പ്രാധാന്യം. ഇപ്പോഴത്തെ ട്രഷറർ ബിജു തോണിക്കടവിലും മുൻ ട്രഷറർ തോമസ് ടി ഉമ്മനുമൊക്കെ ആ ഗണത്തിൽപ്പെടുന്നു. എന്തായാലും അടുത്ത കാലത്തായി ട്രഷറർക്ക് പ്രാധാന്യം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പണം വരുന്നതുകൊണ്ടാകാം ഈ പ്രാധാന്യം. ഇപ്പോഴത്തെ ട്രഷറർ ബിജു തോണിക്കടവിലും മുൻ ട്രഷറർ തോമസ് ടി ഉമ്മനുമൊക്കെ ആ ഗണത്തിൽപ്പെടുന്നു. ഫോമ കൺവെൻഷൻ തുടങ്ങാനിരിക്കെ ബിജു തോണിക്കടവിലും മറ്റ് ഭാരവാഹികളുമൊക്കെ പുണ്ടൈക്കാനയിൽ സജീവമാണ്. പക്ഷേ ഒരാൾക്കും ആശങ്കയില്ല എന്നതാണ് ശ്രദ്ധേയം. കാരണം സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൺവെൻഷനിലില്ല. പ്രതീക്ഷിച്ചതിലേറെ പണം സ്പോൺസർഷിപ്പിലൂടെ ഫോമ അംഗങ്ങളിൽ നിന്നു തന്നെ സമാഹരിച്ചത് പുതുചരിത്രം. ഒരു പൈസ പോലും ദുരുപയോഗം ചെയ്യുകയോ പാഴാക്കുകയോ ചെയ്യില്ല. ഇത് ജനങ്ങളുടെ പണമാണെന്ന ഉത്തമ ബോധ്യമുണ്ട്. ബിജു തോണിക്കടവിൽ ഉറപ്പു പറയുന്നു. മുൻ ജോയിന്റ് ട്രഷററായി പ്രവർത്തിച്ചിട്ടുള്ള ബിജുവിന് പണം ചെലവഴിക്കുന്നതിന് കൃത്യമായ നിലപാടുകളുണ്ട്. പെട്ടെന്നൊരു നാൾ നേതൃത്വത്തിലേക്ക് വന്ന വ്യക്തിയല്ല ബിജു തോണിക്കടവിൽ. അംഗസംഘടനയിൽ ഓഡിറ്ററായി തുടങ്ങി വിവിധ സ്ഥാനങ്ങൾ വഹിച്ച് RVP ആയ ശേഷമാണ് ജോയിന്റ് ട്രഷററായത്. ഓരോ പടികളും കയറി വന്നപ്പോൾ സംഘടനയെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടാകും. ജനങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും. സ്ഥാനമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും മത്സരിക്കുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ ബിജു തോണിക്കടവിലിൻ്റെ ഒരു ഫോൺ കോൾ വല്ലപ്പോഴും ലഭിക്കാത്ത അമേരിക്കൻ മലയാളികൾക്ക് ചുരുക്കമായിരിക്കും. ബന്ധങ്ങൾ എങ്ങനെ സൃഷ്ടിക്കണമെന്നും അതെങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്നും ബിജുവിൽ നിന്നും പഠിക്കണം. സുവ്യക്തമായ കാഴ്ചപ്പാടും കർമ്മ പരിപാടികളും വ്യക്തിബന്ധങ്ങളുമായി അമേരിക്കൻ മലയാളികൾക്കിടയിൽ ജനകീയ പ്രതിച്ഛായയുള്ള സംഘാടകനാണ് ബിജു തോണിക്കടവിൽ. സംഘടനയിൽ വലിയ പ്രതീക്ഷകൾ ഉണർത്തുന്ന നേതാവാണ് ബിജു. കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നേട്ടങ്ങളിൽ സംതൃപ്തി. പക്ഷേ പ്രവർത്തനങ്ങൾ മുഴുവൻ വേണ്ടും വിധം ജനത്തെ അറിയിക്കാൻ കഴിഞ്ഞില്ലെന്നത് പോരായ്മയായി കരുതുന്നു. 2 ദിവസങ്ങളിലായി കേരള കൺവെൻഷൻ നടത്തിയത് പുതുമയായി. വിവിധ തലങ്ങളിൽ സ്കോളർഷിപ്പുകൾ നൽകിയതൊക്കെ ഏറെ ചാരുതാർത്ഥ്യജനകമാണ്. അതേപോലെ പലർക്കും സഹായമെത്തിക്കാനും മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനും കഴിഞ്ഞു. യുവജനതയ്ക്ക് വേണ്ടി വിവിധ പ്രോഗ്രാമുകൾ നടന്നു. വിമൻസ് ഫോറം പതിവ് പോലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തി. മലയാള ഭാഷാ പഠനത്തിനും ഫോമ സഹായവുമായി എത്തി. ആദ്യകാലങ്ങളിൽ പലവിധ പ്രശ്നങ്ങൾ നേരിട്ടുവെങ്കിലും പിന്നീട് വലിയ ജനപിന്തുണ കൈവരിച്ചു. വയനാട് ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കാൻ സംഘടന മാത്രമല്ല അമേരിക്കൻ മലയാളി ഒന്നടങ്കം മുന്നോട്ട് വന്നത് സന്തോഷകരമാണ്. ഓണക്കാലത്തെ ഈ മലയാളി മാമ്പാങ്കത്തിന് ചുക്കാൻ പിടിക്കാൻ പ്രസിഡന്റ് ജേക്കബ് തോമസ്, സെക്രട്ടറി ഓജസ് ജോൺ, മറ്റു ഭാരവാഹികൾ എന്നിവർക്കൊപ്പം പ്രവർത്തിക്കാനായതും ചാരുതാർത്ഥ്യം നൽകുന്നു. USA മറ്റ് സമൂഹങ്ങളുമായുള്ള മലയാളികളുടെ ബന്ധം ശക്തിപ്പെടുത്തണമെന്ന വിശാലമായ ചിന്തയുള്ള നേതാവാണ് ബിജു തോണിക്കടവിൽ. ഏറ്റെടുക്കുന്ന ജോലികൾ മികവോടെ പൂർത്തീകരിക്കുന്ന ഇദ്ദേഹം സ്ത്രീകളെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രോത്സാഹിപ്പിക്കണമെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ പങ്കാളിയാണ്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി നാറാണമൂഴി തോണിക്കടവിൽ TM തോമസിൻ്റെയും ഏലിയാമ്മയുടെയും മകനായ ബിജു തോണിക്കടവിലിന് നാട്ടിൽ കൃത്യമായ പൊതുപ്രവർത്തന ധാരണയുണ്ടായിരുന്നു. യുവജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റായി സംഘടനാ പ്രവർത്തനത്തിന് തുടക്കമിട്ട ബിജു യൂത്ത് കോൺഗ്രസ് നാറാണമൂഴി മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസ് നാറാണമൂഴി മണ്ഡലം വൈസ് പ്രസിഡന്റ്, പത്തനംതിട്ട ജില്ലാ ട്രഷറർ, റാന്നി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മെമ്പർ, റാന്നി ബ്ലോക്ക് ചെയർമാൻ. പത്തനംതിട്ട ജില്ലയിലെ റാന്നി നാറാണമൂഴി
തോണിക്കടവിൽ TM തോമസിൻ്റെയും ഏലിയാമ്മയുടെയും മകനായ ബിജു തോണിക്കടവിലിന് നാട്ടിൽ കൃത്യമായ പൊതുപ്രവർത്തന ധാരണയുണ്ടായിരുന്നു. യുവചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റായി സംഘടനാ പ്രവർത്തനത്തിന് തുടക്കമിട്ട ബിജു യൂത്ത് കോൺഗ്രസ് നാറാണമൂഴി മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസ് നാറാണമൂഴി മണ്ഡലം വൈസ് പ്രസിഡന്റ്, സെവദാൾ പത്തനംതിട്ട ജില്ലാ ട്രഷറർ, റാന്നി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മെമ്പർ, റാന്നി ബ്ലോക്ക് സേവദാൾ ചെയർമാൻ, നാറാണമൂഴി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ, ബോർഡ് മെമ്പർ, സമുദായ ട്രസ്റ്റി തുടങ്ങിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചു. നാറാണമൂഴി പഞ്ചായത്ത് തൊഴിലാളി യൂണിയനിലൂടെ തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങളിലും വ്യാപൃതനായി. 1997 അമേരിക്കയിലെത്തിയ ബിജു ഫ്ലോറിഡ പാം ബീച്ച് മലയാളി അസോസിയേഷൻ ഓഡിറ്റർ, കമ്മിറ്റി മെമ്പർ, ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു. ഫോമയുടെ RCC പ്രൊജക്ടിന് മാതൃസംഘടനയിലൂടെ നല്ലൊരു സംഖ്യ സമാഹരിച്ചു നൽകി. ഫോമ സൺഷൈൻ റീജിയൻ ചെയർമാൻ, RVP, യൂത്ത് ഫെസ്റ്റിവൽ കൺവീനർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ബിജു ഫോമയുടെ വില്ലേജ് പ്രൊജക്ടിന് തന്റെ റീജിയനിൽ നിന്നും 7 വീടുകൾ നൽകി. അതിലൊന്ന് മാതൃസംഘടനയുടെ വകയായിരുന്നു. RVP ആയിരിക്കെ സൺഷൈൻ റീജിയനിൽ ആരംഭിച്ച കൃഷിപാഠം ഏറെ ശ്രദ്ധയിൽപ്പെട്ടു. കോവിഡ് കാലത്ത് ഹെൽപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു. സ്വാന്തന സംഗീത കോർഡിനേറ്ററായിരുന്നു. സ്വാന്തന സംഗീതത്തിലൂടെ നമ്മുടെ കലയെയും ഭാഷയെയും സംസ്കാരത്തെയും കുട്ടികളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു. അമേരിക്കയിൽ ജനിച്ചു വളർന്ന 80-ൽ പരം കുട്ടികൾക്ക് സ്വാന്തന സംഗീതത്തിലൂടെ ഗാനങ്ങൾ ആലപിക്കുവാൻ അവസരം ലഭിച്ചു. നിരവധി അവതാരകരെയും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. മലയാള ഭാഷാ പഠനത്തിനായി ഏഷ്യാനെറ്റ് ന്യൂസുമായി ചേർന്നുള്ള പരിപാടിയിൽ ഫോമയ്ക്ക് മികച്ച സംഘാടകനായി ബിജുവിനും അവാർഡ് ലഭിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ബിജു തോണിക്കടവിൽ. പാം ബീച്ച് കൗണ്ടി ഷെരീഫ് ഓഫീസിലാണ് ബിജുവും ഭാര്യ ജൂണ തോമസും ജോലി ചെയ്യുന്നത്. സോണിയ തോമസ്, സജയ് തോമസ് എന്നിവർ മക്കൾ. പ്രളയകാലത്തെ ഫിലിപ്പ് ചമതലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി 40 വീടുകൾ വെച്ചു കൊടുത്തപ്പോൾ അതിന്റെ കോർഡിനേറ്ററായിരുന്നു. റീജിയണിൽ നിന്ന് 7 വീടുകൾ കൊടുത്തു. 3 വീടുകളുടെ പൂർത്തീകരണത്തിന് $6000 ശേഖരിച്ചു നൽകി. രണ്ടാം പ്രളയകാലത്ത് ഫോമ പ്രസിഡന്റ് അനിയൻ ജോർജിനൊപ്പം നാട്ടിൽ പോവുകയും ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. ഹെൽപ്പിംഗ് ഹാൻഡിലൂടെ നിരവധി പേരെ സഹായിക്കുവാനും കഴിഞ്ഞു. ഫോമയെ കൂടുതലായി ജനഹൃദയത്തിലേക്ക് എത്തിക്കാൻ ഈ സംരംഭം കൊണ്ട് സാധിച്ചു. ഹെൽപ്പിംഗ് ഹാൻഡ്സ് പ്രൊജക്റ്റിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർക്കുവാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കേരള ഗവൺമെന്റ് ഫോമയ്ക്ക് നൽകുന്ന പിന്തുണയെപ്പറ്റി അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഇപ്പോഴും പ്രസക്തമാണ്. കോവിഡ് സമയത്തെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് നമ്മൾ നാട്ടിലേക്ക് അയച്ച വെന്റിലേറ്ററുകളും മറ്റും യഥാസമയം എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുവാൻ സർക്കാരിന്റെ മിഷനറിക്ക് സാധിച്ചില്ല. എന്നാൽ പിന്നെ എന്തിനിതൊക്കെ നാട്ടിലേക്ക് അയക്കണമെന്ന ചോദ്യം അമേരിക്കൻ മലയാളികൾക്ക് പൊതുവെയുണ്ട്. വിദേശ മലയാളികൾ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ജന്മനാടിനു വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നത്. കൂടുതൽ സഹകരണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.